നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായ ഒരു കാര്യവുമില്ല എന്ന്. വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ അച്ചീവ്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ മെമ്മറി പവറിൻ്റെ കാര്യമായിക്കോട്ടെ, കോൺഫിഡൻസിൻ്റെ കാര്യമായിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്ന കാര്യമായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയുടെ കാര്യമായിക്കോട്ടെ, എന്തു തന്നെയായാലും നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായ ഒരു സംഗതിയുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇതൊരു മോട്ടിവേഷണൽ ടോക്കല്ല, അതായത് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ധരിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമല്ല. ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതെന്താണ് കാര്യം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കഴിവിനെക്കുറിച്ചാണ്. ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അർത്ഥം. നമ്മളുടെ എല്ലാവരുടെയും ഉപബോധ മനസ്സിന് അപാരമായ കഴിവുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ കഴിവ് കണ്ടെത്താൻ സാധിക്കുക, എങ്ങനെയാണ് അത് ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പലർക്കും അറിയില്ല. നമ്മളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഒന്ന് ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ബോധ മനസ്സ്, രണ്ട് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. എന്താണ് ഈ ബോധ മനസ്സ്? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മനസ്സിനാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബോധത്തോടെ അല്ലാതെ തന്നെ പല സംഗതികളും നമ്മളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഏരിയയാണ്. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം തുടങ്ങുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. നമ്മളെല്ലാവരും പല സമയത്തും പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, അല്ലേ? എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിരന്തരമായിട്ട് റിപ്പീറ്റഡായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ഓരോ കാര്യവും ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിൽ പലതും നടക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിന് ഒരു ഇലക്ട്രോ കെമിക്കൽ ഓർഗൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ബ്രെയിന് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഘനം വരുന്നത് ഏതാണ്ട് 1300-1400 ഗ്രാമാണ്. ഒരു ഫുള്ളി ഗ്രോൺ അഡൽട്ടിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഈ ബ്രെയിനകത്ത് എന്താണ്? ബ്രെയിൻ്റെ അകത്ത് നെർവ് സെൽസ് ആണ്. അതിൻ്റെ പേരാണ് ന്യൂറോൺസ് എന്ന്. നമ്മളുടെ ബ്രെയിനിൽ 10,000 കോടിയിലധികം ന്യൂറോൺസ് ഉണ്ട് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് കേൾക്കണോ? ഈ പറഞ്ഞതായിട്ടുള്ള 10,000 കോടിയിലധികം വരുന്ന ന്യൂറോൺസിൽ ഓരോ ന്യൂറോണും മറ്റ് 5000 മുതൽക്ക് 10,000 ന്യൂറോണുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട് സിനാപ്സസ് എന്ന പോയിന്റുകളിലൂടെ. അതായത് ഒരു 100 ലക്ഷം കോടി ഇൻ്റർ കണക്ഷൻസ് ആണ് നമ്മളുടെ ബ്രെയിനിലുള്ളത്. കേംബ്രിഡ്ജിൽ നിന്നും എക്സ്പെരിമെൻ്റൽ ന്യൂറോ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള പത്മഭൂഷൺ ഡോക്ടർ VS രാമചന്ദ്രൻ പറയുന്നു, ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ എക്സീഡ്സ് ദ നമ്പർ ഓഫ് എലിമെൻ്ററി പാർട്ടിക്കിൾസ് ഇൻ ദ യൂണിവേഴ്സ് എന്ന്. നമ്മൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മളുടെ ഓരോ ചിന്തകളിൽ നിന്നും ചില പ്രത്യേക ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിൽ നിന്നും ചില രാസപദാർത്ഥങ്ങൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ രാസപദാർത്ഥത്തിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന്. എൻഡോർഫിൻ, സെറോട്ടോണിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന കുറേയേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. എൻഡോർഫിൻ ഒരു ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടാണ് പറയുന്നത്. ഒരു ഹാപ്പിനെസ് ബൂസ്റ്ററാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട ഗെയിംസ് കളിക്കുമ്പോൾ എല്ലാം ഈ എൻഡോർഫിൻസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാപ്പിനെസ് വരുന്നത്. സെറോട്ടോണിനും അതുപോലെ തന്നെയാണ്. നമ്മളുടെ റിലാക്സേഷന് വേണ്ടിയിട്ട്, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കാൻ, ഇതെല്ലാമാണ് സെറോട്ടോണിൻ്റെ റോള്. അങ്ങനെ ധാരാളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ചിന്തകൾ മൂലം കുറേയേറെ പ്രക്രിയ നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിരന്തരമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിരന്തരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്കോ അതിന് കണക്കായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ബോധമനസ്സിൻ്റെ റോള് നമ്മൾക്കറിയാം. എവിടെ പോകണം, എന്ത് ചെയ്യണം, കണക്ക് കൂട്ടുന്ന സമയത്ത് എല്ലാത്തിനും നമ്മൾ ബോധമനസ്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ നിർണായകമായിട്ടുള്ള പ്രക്രിയകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും കുറേയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഒരു ഐസ്ബർഗിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിമപടലം എന്ന് പറയൂ, അല്ലേ? കടലിലുള്ള ഈ സമുദ്രത്തിൻ്റെ കാണുന്ന ഭാഗം, വെള്ളത്തിൻ്റെ സർഫസ് ലെവലിൻ്റെ മുകളിൽ വരുന്ന ഏരിയയ്ക്ക് നമുക്ക് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സ് എന്ന് പറയാം. പക്ഷേ സമുദ്രത്തിൻ്റെ സർഫസ് ലെവലിന് താഴെ കാണാതെ കിടക്കുന്ന ഏരിയ വളരെ വലുതാണല്ലോ. അത് സബ് കോൺഷ്യസ് മൈൻഡായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 1912 ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് മുങ്ങിയ കാര്യം നമ്മൾക്കറിയാം. 2200 കൂടുതൽ യാത്രക്കാരുമായി പോകുന്ന ഈ കപ്പൽ ഒരു ഐസ്ബർഗിൽ ഹിറ്റ് ചെയ്ത ശേഷമാണ് മുങ്ങുന്നത്. അങ്ങനെ 1500 കൂടുതൽ ആളുകൾ അന്ന് മരണപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ജീവിതവും ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു കപ്പലായിട്ടും നമ്മളുടെ ഉപബോധ മനസ്സ് ഈ കപ്പലിനെ വേണ്ട ദിശയിലേക്ക് എത്തിക്കുന്ന ഒരു ശക്തിയായിട്ടും നമ്മൾക്ക് കണക്കാക്കാം. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുന്ന ചിന്തകൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ
പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ഓടുന്നത് ഈ പ്രോഗ്രാമിൻ്റെ ബലത്തിലാണ്. നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതറിയണമെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, എല്ലാത്തിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഏറെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാംസ് എങ്ങനെ റൺ ചെയ്യുന്നു അതിനനുസരിച്ചാണ്. പക്ഷേ ഇതിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ പ്രോഗ്രാംസ് നമ്മൾക്ക് മാറ്റി എഴുതാൻ സാധിക്കും. എങ്ങനെയാണോ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാംസ് മാറ്റുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാംസിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? വരാൻ പോകുന്ന ചില വീഡിയോസിലൂടെ ഇതിൻ്റെ ക്രമം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കൃത്യമായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ റീപ്രോഗ്രാമിംഗ് ശരിയാവില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഓൾ ദ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും നമ്മൾക്ക് അടുത്ത് തന്നെ കാണാം. നന്ദി, നമസ്കാരം.